തായ്ലൻഡിലെ ഗുഹയിൽ കുടുങ്ങിയ കുട്ടികളെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഞാൻ മിനി, മാത്ത് 8-ലെ മാത്സ് ഫാക്കൽറ്റിയാണ്. 2018 ജൂണിലാണ് തായ്ലൻഡിലെ 12 കുട്ടികളും അവരുടെ പരിശീലകനും അടങ്ങുന്ന ടീം തായ്ലൻഡിലെ ഏറ്റവും ദൈർഘ്യമേറിയ ഗുഹകളിലൊന്നായ തോങ് ലുവാങ് ഗുഹ സന്ദർശിക്കാനായി പോകുന്നത്. ഈ കുട്ടികളെല്ലാം 11-നും 16-നും ഇടയിൽ പ്രായമുള്ളവരായിരുന്നു. ആദ്യം പ്രശ്നമൊന്നുമില്ലായിരുന്നു, ഒരു സാധാരണ യാത്രയായിരുന്നു. പക്ഷെ പെട്ടെന്നാണ് കാലാവസ്ഥ മാറിയത്. കാലാവസ്ഥ മാറി പെട്ടെന്ന് നല്ല മഴയായി. മഴ തുടങ്ങിയപ്പോൾ ഈ ഗുഹയിൽ വെള്ളം ഉയരാൻ തുടങ്ങി. വെറും 9 ദിവസത്തേക്കുള്ള ഫുഡ് മാത്രമാണ് ഇവരുടെ കയ്യിൽ ഉണ്ടായിരുന്നത്. ലോകം മുഴുവനും ഈ വാർത്ത പരന്നു. ലോകത്തിൽ നിന്ന് അകന്ന് ഏകാന്തതയിലും കടുത്ത മാനസിക സമ്മർദ്ദത്തിലുമായിരുന്ന ഈ കുട്ടികൾക്ക് കരുത്തായത് ഇവരുടെ പരിശീലകന്റെ മനോധൈര്യവും പ്രചോദനവുമായിരുന്നു. ഇതിനിടയിൽ ഇവർ സ്വയം അതിനകത്ത് തന്നെ ഒരു കുഴിയുണ്ടാക്കി ഒരു വഴി കണ്ടെത്താനും അവർ ശ്രമിച്ചിരുന്നു. പക്ഷെ അതും അവർക്ക് ഉപേക്ഷിക്കേണ്ടി വന്നു. അതിനകത്ത് മെഡിറ്റേഷനിലൂടെ അവർ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുമായിരുന്നു. 17 ദിവസങ്ങൾക്ക് ശേഷമാണ് ഇവർ ഗുഹയിൽ നിന്നും പുറത്തു വരുന്നത്. ജീവിതത്തിൽ എല്ലാം അവസാനിച്ചു എന്ന് നമ്മൾ കരുതുന്ന സ്ഥലത്ത് നിന്നും നമ്മുടെ ഒരു ആഗ്രഹം മാത്രം മതി നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് തിരിച്ചു വരാൻ. അതിനൊരു ഉദാഹരണമാണ് ഈ കുട്ടികളും അധ്യാപകനും. ഈ കുട്ടികൾക്ക് നിരന്തരമായ പരിശീലനം ഉണ്ടായിരുന്ന കുട്ടികളുമാണ്. നമ്മുടെ വിദ്യാഭ്യാസത്തിലും ഇതുപോലെ നമുക്ക് ശക്തമായ ഫൗണ്ടേഷൻ ആവശ്യമാണ്. ഫൗണ്ടേഷനൊപ്പം നിങ്ങൾക്ക് ഹാർഡ് വർക്കിങ്ങും ആവശ്യമാണ്. നല്ല ഫൗണ്ടേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് എത്ര വലിയ കോഴ്സുകളും പിന്നീട് പഠിക്കാൻ നമുക്ക് കഴിയും. അതായത് ഒരു ബിൽഡിംഗ് പോലെ തന്നെയാണ്. ബിൽഡിങ്ങിന്റെ ഫൗണ്ടേഷൻ എത്ര നല്ലതാണോ അതനുസരിച്ച്, എത്ര സ്ട്രോങ് ആണോ, നല്ലതെന്നല്ല, എത്ര സ്ട്രോങ് ആണോ അതനുസരിച്ച് നമുക്ക് എത്ര നില വേണമെങ്കിലും അതിന് മുകളിലേക്ക് പണിയാൻ കഴിയും. അതുപോലെ തന്നെയാണ് നമുക്ക് വിദ്യാഭ്യാസത്തിലും. വിദ്യാഭ്യാസം തുടങ്ങുന്ന സമയം മുതൽ തന്നെ നമുക്ക് നല്ല ഫൗണ്ടേഷൻ ആവശ്യമുണ്ട്. നല്ല ഫൗണ്ടേഷനും നല്ല ഹാർഡ് വർക്കിംഗ് ഉണ്ടെങ്കിൽ തീർച്ചയായും ജീവിതത്തിലെ ഏത് എക്സാമും ക്രാക്ക് ചെയ്യാനും കഴിയും. അതുപോലെ ഓരോ നിമിഷവും ഓരോ സമയവും വിലപ്പെട്ടതാണ്. ഓരോ നിമിഷവും എൻ്റേതാണ്. അങ്ങനെ ഓരോ കുട്ടികളും ചിന്തിക്കുക, അതിനെ ആത്മാർത്ഥമായി തന്നെ വിനിയോഗിക്കുക. തീർച്ചയായും ജീവിതത്തിൽ വിജയം കൈവരിക്കാൻ കഴിയും. ഒട്ടും സമയം കഴിഞ്ഞിട്ടില്ല. ഇനിയുള്ള നിമിഷം, നമുക്ക് എക്സാം തുടങ്ങാനായിട്ട് പോവുകയാണ്. ഇനിയുള്ള ഓരോ നിമിഷവും നിങ്ങളത് പ്രോപ്പറായിട്ട് തന്നെ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. തീർച്ചയായും ജീവിതത്തിലും നിങ്ങളുടെ എല്ലാ എക്സാംസിനും നിങ്ങൾക്ക് വിജയം കൈവരിക്കാൻ കഴിയും. ഓൾ ദ ബെസ്റ്റ്.